ബോസ് മലയാളം സീസൺ 7 നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട്. എന്തായാലും ബിഗ് ബോസിൻ്റെ കടുത്ത ഒരു വാണിംഗ് കിട്ടിയതുകൊണ്ട് തന്നെ ഹൗസിലുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും തന്നെ നിശബ്ദമായിരിക്കുകയാണ്. അതായത് ഇനി അനാവശ്യമായിട്ടുള്ള ടോക്കുകൾ ഉണ്ടെങ്കിൽ ബാഗ് പാക്ക് ചെയ്ത് ഇറക്കി വിടേണ്ട ഒരു അവസ്ഥ വരും. അത് നിങ്ങൾക്ക് തന്നെ നാണക്കേടായിരിക്കും എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാളത്തെ ലൈവ് എന്ന് പറയുന്നത് വളരെ സമാധാന അന്തരീക്ഷം നിറഞ്ഞിട്ടുള്ളതാണ്. എന്തായാലും നമ്മുടെ ഹൗസിലെ 7 കണ്ടസ്റ്റൻസ് ഫൈനൽ 7 വേണ്ടിയുള്ള ഒരു അവസരമാണ് കൊടുത്തിട്ടുള്ളത്. അവർക്ക് മനസ്സ് തുറക്കാൻ വേണ്ടിയുള്ളൊരു അവസരമാണ്. ആദ്യം തന്നെ നോക്കുവാണെങ്കിൽ അനീഷ് പറയുന്നത് എനിക്കൊരു വ്യക്തിയോട് ക്ഷമ പറയാനുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. മേ ബി ചിലപ്പോൾ അത് അനുമോളായിരിക്കാം, കാരണം ഗെയിമിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്, അതുകൊണ്ട് തന്നെ അനുമോൾ അങ്ങനെയുള്ള സാധ്യതയാണുള്ളത്. പിന്നീട് അക്ബർ പറയുന്നുണ്ട് റിയൽ ഒറ്റപ്പെടൽ എന്താണ് എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ നിന്ന് മനസ്സിലാക്കി എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നീട് അപ്പാണിയും ആര്യനൊക്കെ വന്ന് അക്ബറിനെ കെട്ടിപ്പിടിക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അനുമോൾ പറയുന്നു എന്നെ മെൻ്റലി സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇവർ 2 പേരുമാണ് എന്നുള്ള കാര്യങ്ങൾ പറയുന്നത്. മേ ബി ചിലപ്പോൾ അത് ആദില നൂറ ആയിരിക്കാം. ആദില നല്ല രീതിയിൽ തന്നെ കരയുന്ന കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഷാനവാസ് പറയുന്നുണ്ട് എടി പോടാന്നോ അങ്ങനെ എടാന്നൊക്കെ വിളിക്കല്ലേ എന്ന് പറഞ്ഞിട്ടും അവരെന്നെ അങ്ങനെ വിളിച്ചു എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. നബീം പറയുന്നു എന്നെ എല്ലാവരും അങ്ങനെ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. അങ്ങനെ അവർക്ക് ആ ഒരു 7 പേർക്ക് മനസ്സ് തുറക്കാൻ പറ്റിയിട്ടുള്ള ഒരു അവസരമാണ് നാളെ ബിഗ് ബോസ് കൊടുത്തിട്ടുള്ളത്. സ്പെഷ്യലി എടുത്ത് പറഞ്ഞ പോലെ തന്നെ ബിഗ് ബോസ് കർശനമായിട്ടുള്ളൊരു നടപടി കൊടുത്തതുകൊണ്ട് തന്നെ ഇനി ഒരുത്തനും അവിടെ വാ തുറക്കത്തില്ല എന്നുള്ളത് ഒരു സംശയവുമില്ല. ഇനി മിണ്ടാതിരിക്കുക, പുറത്തത്തെ കാര്യങ്ങൾ പറയുക എന്നൊന്നും ആരും പറയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ബാഗ് ബാക്കിയത് എല്ലാവരും പറഞ്ഞു വിടുന്നതാണ്. അതുകൊണ്ട് തന്നെ നാളെ നമുക്ക് വളരെ സമാധാനപരമായിട്ട് ലൈവ് കാണാൻ സാധിക്കുന്നതാണ്.